Okay, where are you from, sir? India. India. Hello. Hello. Come here. Hi. Sir. എൻഡ് ഓഫ് ദ വേൾഡ് ട്രെയിൻ ലോകാവസാനത്തിന്റെ തീവണ്ടിയാണ് ദേ ഈ ചൂളം വിളിച്ചു പോകുന്നത്. ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നഗരമായ അർജന്റീനയിലെ ഉഷ്വായിലെ ഈ ഒരു പൈതൃക ട്രെയിൻ കാണാനും അതിൽ യാത്ര ചെയ്യാനും നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. എൻഡ് ഓഫ് ദ വേൾഡ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ നമ്മുടെ ഇന്ത്യൻ പതാകയും ദേ ഇവിടെയുണ്ട്. അർജന്റീനയിലാണ് ഉഷ്വായില്. നമ്മൾ ഇന്ന് ടിയാറ ഡെൽ ഫുഗോ എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു നാഷണൽ പാർക്ക് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ഇന്നലെ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു യാത്ര രാവിലെ 7:45 ഒരു ബസ് വരും. ആ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അത് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ആ ഹോട്ടലിന് മുമ്പിൽ ചെന്ന് നിൽക്കാനാണ് പറഞ്ഞേക്കണം. അങ്ങോട്ടാണ് ഞാൻ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഉഷ്വായ സിറ്റി. ഇതേ പോലീസ് വണ്ടിയൊക്കെ പോകണം. ഇതൊക്കെ ഒരു വണ്ടി കിടക്കണം, 2 നില ബസ്. ഇത് സിറ്റി ടൂറിനുള്ളതാണ്. ഇത് ബുക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ മൊത്തം കറങ്ങാം. അടിപൊളിയായിരിക്കും അല്ലേ? രാവിലെ കൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. വണ്ടികളൊക്കെ ഉണ്ട്. ഈ ഉഷ്വായ എനിക്ക് തോന്നുന്നത് വൈകുന്നേരമാണ്, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തോന്നുന്നു. നല്ല നിറച്ച ആൾക്കാരൊക്കെയാണ്. പക്ഷേ ഈ സമയത്ത് എല്ലാവരും എണീറ്റൊക്കെ വരുന്നുള്ളൂ. ഇവിടെ ഒരു വണ്ടി കിടക്കണമൊക്കെ ഉഷ്വായ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ട്രെയിൻ പോലത്തെ ഡിസൈൻ, ഒരു ബസ്സാണ്. കണ്ട കൊള്ളാല്ലേ? ഈ ഹോട്ടൽ കണ്ടാ, ഇതാണ് ഹോട്ടൽ ആൽബട്രോസ്. അപ്പോൾ ഇവിടുത്തെ റിസപ്ഷനിൽ നിൽക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പോയി ചോദിച്ചു നോക്കാം. ഈ കാണുന്നതിൻ്റെ പുറകു ഭാഗത്തായിരുന്നേ ഹോട്ടൽ ആൽബട്രോസ്. ഞാൻ എൻ്റെ റിസപ്ഷൻ തപ്പി കിടക്കണമായിരുന്നു ഇത്രയേരം സമയം വൈകിപ്പോയി. പക്ഷേ അവസാനം നമ്മൾ ബസ് കണ്ടുപിടിച്ചു. ആ ഹോട്ടലിൻ്റെ തൊട്ട്, ഈ ഹോട്ടൽ ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലാണ്. അപ്പോൾ ഈ ചേച്ചി എന്നെ തന്നെ വിളിച്ചു, ഷെറിനാണോ എന്ന് ചോദിച്ചിട്ട് വിളിച്ച് ഇങ്ങനെ ചോദിക്കണ്ടേ. അപ്പോൾ ഞാൻ തന്നെ അതേന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് അങ്ങനെ ബസ്സിൽ കയറി. ഭാഗ്യം കൃത്യസമയത്ത് എത്തിയിട്ടോ. നമ്മൾ കറക്റ്റ് 7:45 വരാൻ പറഞ്ഞത്. 7:45 എത്തി. അപ്പോൾ നമ്മൾ നേരെ ഇനി ടിയാറ ഡെൽ ഫുഗോ എന്ന് പറയുന്ന ആ ഒരു നാഷണൽ പാർക്ക് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഉഷ്വായിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രധാന കാര്യമാണ് ഇവിടുത്തെ നാഷണൽ പാർക്ക് സന്ദർശിക്കുക എന്നുള്ളത്. ടിയാറ ഡെൽ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്, കുറേ മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. എന്തെങ്കിലും കാണുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ടൂർ ബുക്ക് ചെയ്തു. ഞാൻ ഈ കാണുന്ന കമ്പനിയുടെ ടൂറാണ് എടുത്തേക്കണത്. റംബോസോർ എന്ന് പറയുന്ന ഒരു ടൂർ കമ്പനിയാണ് ആക്ച്വലി. അപ്പോൾ ഇവരുടെ ബസ്സാണ് ബുക്ക് ചെയ്തേക്കണം. അപ്പോൾ അതൊരു പാക്കേജ് പോലെ. ഇതിനകത്ത് ഞാൻ ട്രെയിനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്രെയിൻ ട്രിപ്പുണ്ട്. ശരിക്കും അത് മഞ്ഞുകാലത്തൊക്കെ ആണെങ്കിൽ നല്ല മഞ്ഞൊക്കെയുള്ള സമയത്താണെങ്കിൽ നല്ല ഭംഗിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മഞ്ഞില്ല, മഞ്ഞും മലയുടെ മുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്തിട്ടാണ് എടുത്തേക്കണം ഈ ഒരു ട്രിപ്പ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഇവരുടെ ഓഫീസുണ്ട് ഇവിടെ ഈ സിറ്റിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഓഫീസിൽ ചെന്ന്, ഇന്നലെ ഓഫീസിൽ ചെന്ന് നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. അത് സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെങ്കിലേ ആ ഒരു കാര്യം നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടി. ഇപ്പോൾ വലിയ ഭീകര തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും സീറ്റ് കിട്ടി. ഞാൻ പോയിട്ട് ഡയറക്റ്റ് ബുക്ക് ചെയ്തു. ഇതിന് വന്ന റേറ്റ് ഇപ്പോൾ നാഷണൽ പാർക്ക് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് മാത്രം 35,000 പെസോ, അതായത് ഏകദേശം ഒരു 3,500 രൂപ വരും ഇന്ത്യൻ മണി. അത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ ട്രെയിനും കൂടി എടുത്തിട്ടുണ്ട്. അതിനൊപ്പം ട്രെയിനിൻ്റെ ടിക്കറ്റ് സെപ്പറേറ്റാണ്. അത് 29,000 പെസോ വരും. അതൊരു 2,900 രൂപ ഇന്ത്യൻ മണി അത്രയും വരും. ഇത് രണ്ടും കൂടി ചേർത്ത് ഞാൻ ഈ ഒരു ട്രിപ്പ് എടുത്തു. ഇതിപ്പോൾ നാഷണൽ പാർക്കിലോട്ട് പോകുമ്പോൾ നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ് ഫീ വേറെ കൊടുക്കണം. അത് നമ്മളിപ്പോൾ പേ ചെയ്യേണ്ടി വരും. അത് 12,000 പെസോ ആണ്. ഏകദേശം ഒരു 1,200 രൂപ ആ ഒരു റേറ്റ് വരും. അതിപ്പോൾ സെപ്പറേറ്റ് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു ബസ്സിൽ നമ്മളെ പിക്ക് ചെയ്തിട്ട് നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തന്ന ശേഷം നമ്മൾ തിരിച്ച് സിറ്റിയിൽ തന്നെ കൊണ്ടാക്കും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മുടെ കൂടെ ഒരു ഇംഗ്ലീഷ് ഗൈഡും ഉണ്ടാവും. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ടൂർ. ഞാൻ ഇവരുടെ തന്നെ വേറൊരു സംഭവം കൂടി നാളത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ബോട്ട് ട്രിപ്പാണ്. അതായത് ഈ ബീഗൽ കനാലിൽ കൂടി പെങ്കിനെയൊക്കെ കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു പെങ്കിൻ ഐലൻഡ്, കുറേ പെങ്കിൻസ്, ജെൻറ്റു പെങ്കിൻ വരുന്ന സ്ഥലമുണ്ട്. ഞാൻ അതും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വന്ന റേറ്റ് 60,000 പെസോയാണ്. അത് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഏകദേശം ഒരു 6,000 രൂപ വരും ആ ഒരു ട്രിപ്പിന്. അത് പക്ഷേ നാളത്തേക്കാണ് എടുത്തേക്കണം. അത് അറൗണ്ട് ഒരു 3 മണിക്കൂർ തൊട്ട് 5 മണിക്കൂർ വരെയാണ് അതിൻ്റെ ടൈം. ഈ ഒരു ട്രിപ്പിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 മണിക്കൂർ ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ 7:45 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ഉച്ചക്ക് 1:15 കൂടി ഈ ഒരു ട്രിപ്പ് തീരും. അത് ഇൻക്ലൂഡിങ് നമ്മുടെ ട്രെയിനും ഉണ്ട് കേട്ടോ അതിനകത്ത്. അതുപോലെ ഏറ്റവും ബഡ്ജറ്റായിട്ട് പോകാൻ പറ്റും വേറൊരു ഓപ്ഷൻ ഉണ്ട്. ബസ്സുണ്ട്. ഈ ബസ്സല്ല, ഇതിപ്പോൾ ഒരു ടൂർ ഗ്രൂപ്പായിട്ട് പോകുന്ന ബസ്സാണ്. ഇത് കൂടാണ്ട് സാധാരണ ഒരു ബസ്സുണ്ട്. അത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ മുമ്പിൽ വന്ന് നമ്മൾ പിക്ക് ചെയ്യും. ബുക്ക് ചെയ്താൽ മതി. അത് രാവിലെ 8:45, 9:45, 10:45 നമ്മുടെ സിറ്റിയിൽ നിന്ന് പുറപ്പെടും. തിരിച്ച് 3 മണി, 5 മണി, 7 മണിക്ക് നാഷണൽ പാർക്കിൽ നിന്ന് തിരിച്ച് സിറ്റിയിലോട്ടും പോകും. അതിനാണെങ്കിൽ ആകെ 18,000 പെസോ ഉള്ളൂ. 1,800 രൂപ അപ്പ് ആൻഡ് ഡൗണും. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അത്രയും റേറ്റ് വരുള്ളൂ. പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം അതിനെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ബസ്സിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇറങ്ങുമല്ലോ. ഇപ്പോൾ നാഷണൽ പാർക്കിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ പോകാണ്ട്, കുറേ ട്രക്കിംഗ് റൂട്ടൊക്കെ ഉണ്ട്, ഹൈക്കിംഗ് റൂട്ടൊക്കെ ഉണ്ട് ഇവിടെ.
അവിടെ അതൊക്കെ വേണമെങ്കിൽ പോവാം. ആരും ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കെല്ലാം പോവാം. നല്ല രസമാണ്, നല്ല അടിപൊളി റൂട്ടൊക്കെയാണ്, ട്രക്കിംഗ് പാത്തുകളൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. ഇതിനകത്ത് ഇപ്പോൾ ബസ് എടുത്ത് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാഷണൽ പാർക്കിൻ്റെ അവിടെ ഒരു പോയിന്റ്, ഇപ്പോൾ എക്സാമ്പിൾ ആ പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇവിടെ, മറ്റേ ലാസ്റ്റ് പോയിന്റിലെ പോസ്റ്റ് ഓഫീസ്, എൻഡ് ഓഫ് ദ വേൾഡ് പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി കിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇത് നാഷണൽ പാർക്ക് ആയതുകൊണ്ട് യൂബറൊന്നും പറ്റില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ നമുക്ക് തിരിച്ച് ആ ബസ് വരുന്നവരെ ഒരു സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതൊരു പണിയാണ്, കാരണം ബാക്കി സ്ഥലങ്ങൾ കാണാൻ പറ്റില്ല. അപ്പോൾ ബസ്സിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതേ സൈക്കിളിനൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പോവാം. പിന്നെ വേറെ ഓപ്ഷൻ ഉള്ളത്, കാർ ഇവിടെ റെൻറ്റിന് കിട്ടും. നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പ പരിപാടി അതാണ്. ഒരു 4 പേരോ അല്ലെങ്കിൽ 2 പേരായാലും കുഴപ്പമൊന്നുമില്ല. കാറ് റെൻറ്റിന് എടുക്കുക. അതിനകത്തൊരു $40 എക്സ്ട്രയും കൂടി ഇട്ടിട്ട് ഇൻഷുറൻസും കൂടി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല. വലിയ എനിക്ക് വേണം ഭീകര റേറ്റ് ഒന്നും ആവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഡേ മൊത്തം നമുക്ക് ആ കാറും കൊണ്ട് നടക്കാം. നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രൈവ് ചെയ്ത് ഓടിച്ച് പോകാം. ഞാനിപ്പോൾ അത് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കൽ നടക്കില്ല. ആ ഡ്രൈവും ചെയ്യലും വീഡിയോ എടുക്കലും ഭയങ്കര പണിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ വണ്ടി എടുത്ത് പോകാനേ സുഖമാണ്. പിന്നെ നമ്മുടെ ഇവിടെ പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ ലൈസൻസിൻ്റെ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ആകെയുള്ള പ്രശ്നം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇതിനകത്ത് വ്യത്യാസമുണ്ട്. അത് മാത്രമേ ഉള്ളൂ ആകെയുള്ളൊരു ഇഷ്യൂ. ഏറ്റവും എളുപ്പം അതങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകണമാണ്. ഇല്ലെങ്കിൽ ഒരു ടാക്സി വിളിക്കുക. അവിടെ ഇഷ്ടംപോലെ ടാക്സിയും വിത്ത് ഡ്രൈവറേയും കിട്ടും. അപ്പോൾ അതിന് അറൗണ്ട് എന്തായാലും ഒരു $100 അടുത്ത് എന്തായാലും വരുമെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ സ്ഥലങ്ങൾ മൊത്തം കറങ്ങിയിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഈ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലിൻ്റെ പുറകു ഭാഗമാണ്. ഇതുണ്ട്, കിട്ടിലും വ്യൂ അല്ലേ. ഇവിടെ വന്ന് താമസിച്ചാൽ മതിയായിരുന്നു. അടിപൊളി വ്യൂ ഉള്ള സ്ഥലം. ഇതുണ്ട്, ഹോട്ടലിൻ്റെ പേര് മുൻഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഞാനത് നോക്കട്ടെ, പറഞ്ഞുതരാം. ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ അടിപൊളി സ്ഥലം. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ, പൊളി. ഇവിടുന്ന് ആൾ കയറാനുണ്ട്. ഈ ഹോട്ടലിൻ്റെ സൈഡിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. എൻ്റെ മോനെ കിട്ടിലും അടിപൊളിയല്ലേ. ഇവിടുത്തെ റേറ്റിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. അതായത് ഇതാണ് ഹോട്ടലിൻ്റെ പേര് കണ്ട. നമ്മൾ ശരിക്കും പോകുന്ന വഴിയിലുള്ള ഹോട്ടലല്ല, ആ ഹോട്ടലിൽ നിന്ന് ആൾക്കാരെ കയറ്റാനുണ്ടായിരുന്നു. അതിനാണ് ഇങ്ങോട്ട് വന്നത്. നമ്മളിപ്പോൾ വന്ന വഴിക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു ബോർഡ് കണ്ട, ഇത് ഒരു ട്രക്കിംഗ് പാത്താണ് കണ്ട. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ റൂട്ടൊക്കെ. സൈക്കിളിലും പോവാം, നമുക്ക് ട്രക്ക് ചെയ്തും പോവാം. അതൊരു ഗ്ലേഷ്യറൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കണ്ട. ഇതാണ് എൻ്റെ പേര്. ഇതേപോലത്തെ കുറേ സംഭവങ്ങൾ ഇവിടെയുണ്ട്. സമയം ഇപ്പോൾ 8:15 കഴിഞ്ഞു. അതായത് നമ്മൾ പുറപ്പെട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇപ്പോഴും ഓരോ സ്ഥലത്ത് ഹോട്ടലിലെ ആൾക്കാരെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആക്ച്വലി ഇപ്പോഴും ട്രിപ്പൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ കുറേ ഹോട്ടലൊക്കെ കാണാം. ഇത് നോക്കി, ഇതിൻ്റെ ഉള്ളിൽ നല്ല രസമുള്ള കോട്ടേജുകൾ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പോകുന്ന വഴിയിൽ ഇവിടുത്തെ ആളുകളൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെ കണ്ട. ഈ ഭാഗത്തൊക്കെ കൂടുതലും കോൺക്രീറ്റ് ഒന്നുമില്ല, എല്ലാം ഷീറ്റാണ് മുകളിൽ. എനിക്ക് തോന്നുന്നത് ചില വീടൊക്കെ പണിതേക്കണം മരം കൊണ്ടാണ്. ചില വീടുകൾ കട്ട വെച്ച് പണിതിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശത്ത് കാണുന്ന വീടുകളുടെ മേൽക്കൂര മുഴുവനും മറ്റേ സാധാരണ ഷീറ്റില്ലേ, സ്റ്റീലിൻ്റെ ഷീറ്റില്ലേ, അതേപോലത്തെ ഷീറ്റായിട്ടാണ്. ഈ വീടൊക്കെ നോക്കി ഇവിടുത്തെ സാധാരണക്കാർ താമസിക്കുന്ന വീടാണ്. ചെറിയ മറ്റേ ഷീറ്റില്ലേ, അത് വെച്ചിട്ടാണ് ഇവർ ഈ ചുമര് ചെയ്തേക്കണേ. ഫ്രണ്ട് ഭാഗം എന്താ, താഴത്ത് കോൺക്രീറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനിലോട്ടാണ്. ഇതാണ് സ്ഥലം. ഇത് സ്പാനിഷാണ് എഴുതി ചെയ്യണം, മനസ്സിലാവില്ല. നമ്മുടെ ഈ സ്റ്റേഷന് മുമ്പിൽ തന്നെ ഇങ്ങനെ കുറേ സംഭവമുണ്ട്. ഇത് നോക്കി, ഇത് പൂവാണ്. ഇത് നോക്കി നല്ല രസമല്ലേ. ഈ ശരിക്കും നമ്മളെ ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വഴി സൈഡിൽ മൊത്തം കാണാം കേട്ടോ. ഇതിങ്ങനെ പല കളറുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അടിപൊളി. ഇത് നോക്കി, പല കളറിലുള്ള ചെടി, നല്ല രസമല്ലേ. യെസ്, നമ്മുടെ ഗൈഡായിട്ട് നമ്മുടെ ബസ്സിലെ ചേച്ചി കൂടെ ഉണ്ട്. പുള്ളിക്കാരി അത് പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബോർഡിംഗ് പാസ് എടുക്കണം. ഈ കാണുന്നതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ കാണിച്ചു കൊടുത്തപ്പോൾ ട്രെയിൻ ടിക്കറ്റ് നമുക്ക് തന്നു. 3-ാം നമ്പർ ട്രെയിനാണെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ 12,000 പെസോ ഇവിടെ എൻട്രൻസ് ഫീയും കൊടുക്കണം കേട്ടോ. അത് ഇവിടെയാണ് പേ ചെയ്യേണ്ടത്. ഇവിടെ ആകെയുള്ളൊരു പ്രശ്നം ഞാൻ കണ്ടത് എല്ലാം സ്പാനിഷിലാണ് എഴുതി വെച്ചേക്കണം. ഹായ്, ദിസ് വൺ. Yeah. Number 3. Okay, in 20 minutes you board in the train here for the gate B. Gate D. Thank you. നമ്മളപ്പം ബസ്സിൽ വന്ന ഗൈഡ് ചേച്ചിയില്ലേ, ആ ചേച്ചി ആക്ച്വലി ഈ ട്രെയിൻ അവസാനിക്കുന്ന സ്ഥലത്ത് നിൽക്കും, വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇവർ ബസ്സായിട്ട് അങ്ങോട്ട് വരും. ഈ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെട്ട് വേറെ സ്ഥലത്ത് നിർത്തും. അപ്പോൾ ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഏറ്റവും അവസാനത്തെ ടോയ്ലറ്റാണ്. ഈ ട്രെയിൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ടോയ്ലറ്റും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാ രാജ്യങ്ങളുടെയും കൊടിയുണ്ടല്ലോ. ഇന്ത്യയുടെ ഉണ്ടോ? ഇല്ല, കാണാനില്ല.
അതുപോലെ ഇതിൻ്റെ ചുമരിൽ ഈ പഴയ ട്രെയിനിൻ്റെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട പിക്ചേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ട. ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ സംഭവം ഇതാണ്. ഈ അന്റാർട്ടിക്കയുടെ ഈ ഒരു പോർഷൻ കണ്ട, ഇത് അർജൻറ്റീനയുടെ ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത് കണ്ട. അതാണ് ഇവരുടെ മാപ്പ് ഇങ്ങനെയാണ് കണ്ട. ആക്ച്വലി അർജൻറ്റീനയുടെ മാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രമല്ല, അന്റാർട്ടിക്കയുടെ ഈ സൈഡും കൂടി ചേർത്തിട്ടാണ് അവർ വരക്കണേ. അത് അവരുടെയാണെന്നാണ് അവർ പറയണത്. ഇവിടെ ഒരു സുവനിയർ ഷോപ്പുണ്ട്. കുറേ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടോ. നമ്പർ പ്ലേറ്റ് ആണ് ഇരിക്കണത്. അതൊന്നും കണ്ട, കുറേ കീ ചെയിൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പെങ്കിൻ്റെ കൂടൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. വിശ്വാന്ന് എഴുതിയിരിക്കുന്ന സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. നല്ല രസമുള്ള റെയിൽവേ സ്റ്റേഷൻ അല്ലേ, പഴയ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇതെന്താ സംഭവം എന്നറിയോ? പണ്ട് ഉപയോഗിച്ചിരുന്ന ട്രെയിനിൻ്റെ ചെറിയ പോർഷനാണ് കണ്ട, ആ ട്രെയിനിൻ്റെ ചക്രം. കുറേ രാജ്യങ്ങളുടെ പതാക ഇങ്ങനെ കിടക്കുമ്പോഴേ നമ്മുടെ രാജ്യത്തിൻ്റെ പതാക എവിടെയാണെന്നാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ദേ കിടക്കണ ഇന്ത്യ എന്ന് പറഞ്ഞ് കിടക്കണേട്ടാ. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ പതാക ഇല്ലാണ്ട് എന്ത് ആഘോഷം അല്ലേ. ഇതേ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരാൾ നിൽക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല, ഒരു പടമാണ്. ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടേ കുറേ ആൾക്കാരെ കാണാം. അതെ, പുറത്ത് നിൽക്കണ്ടേ, കാണിച്ചു തരാം. ഇവിടെ ഒരു മാപ്പ് കാണിച്ചിട്ടുണ്ട്. ഇത് 1885 തോന്നുന്നത്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഉഷ്വായ എന്ന് പറയുന്ന സ്ഥലം ഇതാണ്. നമ്മൾ ഇങ്ങോട്ടാണ് വന്നേക്കുന്നത്. ഈ സൈഡിലാണ് ട്രെയിൻ, തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പം ഇത്രയും ഭാഗത്തെയാണ് ഈ ടിയാറ ഡെൽ ഫുഗോ നാഷണൽ പാർക്ക്. അതായത് ഇത് അർജൻറ്റീന സൈഡുള്ളത്, പക്ഷേ ഇതും ടിയാറ ഡെൽ നാഷണൽ പാർക്ക് തന്നെയാണ്, അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇത് ചില്ലിയാണ്, മനസ്സിലായി. 2 രാജ്യങ്ങളിലായിട്ടാണ് ഈ ഒരു നാഷണൽ പാർക്ക് കിടക്കണം. ഇവിടെ മറ്റേ ജയിൽ പുള്ളികളുടെ തൊപ്പിയും ടീഷർട്ടും സെയിം സംഭവം കിട്ടും കേട്ടോ. പിന്നെ കുറേ ടീഷർട്ട് സംഭവങ്ങളൊക്കെ കാണാം. ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ മേടിച്ചിട്ടുണ്ടാവും. വലിയ റേറ്റ് ഇല്ല, 1700 പെസൊക്കെ ഉള്ളൂ. അതായത് ഒരു 170 രൂപ 150 രൂപ ആ റേറ്റൊക്കെയാണ് ഇതിനകത്ത് കാണിക്കണം. ഞാൻ ഒരെണ്ണം മേടിച്ചാലോ നാളേക്ക് വരുന്നു. ഞാൻ ഈ സാധനം ഒരെണ്ണം ഞാൻ മേടിച്ച് ഉഷ്വായ എന്ന് എഴുതിയിരിക്കണം, എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ നമ്പറേ 3 ഇപ്പോൾ 2ാമത്തെ ട്രെയിനാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. നമുക്കൊരു 10 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ബോർഡിങ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് 2 ആണ് കാണിച്ചത്. അവിടെ 3 എന്ന് വെക്കുമ്പോൾ നമ്മൾ ഈ ക്യൂവിൽ പോയി നിൽക്കണം. ഈ ക്യൂ എന്ന് പറയുന്നത് 3ാം നമ്പർ ട്രെയിനിൽ കയറാനുള്ളവരുടെ ക്യൂ ആണ്. നമ്മൾ ഇതിൽ തന്നെ പോകണം. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. നമ്മുടെ ബോർഡിങ് ആയിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് ഉറക്കപ്പിച്ചിട്ടുണ്ട്. ഉറക്കം ഇന്നലെ ശരിയായില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു മങ്ങലുണ്ട്, കുറച്ച് മന്ദതയുണ്ട്, മങ്ങലല്ല. ഇവിടെ 1829 കാലഘട്ടത്തിലുള്ള ട്രെയിനിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് 1856 ട്രെയിന്. ഇവിടെ 1910 ട്രെയിന്. എല്ലാം എൻജിനാണ്ടാ. അതിൻ്റെ എൻജിൻ ഇത് 1994 നോറ എന്ന് പറയുന്ന ട്രെയിനിൻ്റെ എൻജിൻ. ഇവിടെ കുറേ പേരുകൾ എഴുതിക്കണ്ട. അതായത് ലണ്ടൻസ് എന്ന് വെച്ചാൽ ലണ്ടനാണെന്ന് തോന്നുന്നു. ഇത് സ്പാനിഷ് ലാംഗ്വേജാണ്. പിന്നെ ന്യൂയോർക്കിൻ്റെ സ്പെല്ലിംഗ് കണ്ടോ, വ്യത്യാസമുണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചാണെങ്കിൽ സ്പാനിഷിൽ തന്നെയാണ്. പക്ഷേ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇവർ പലരും ഇംഗ്ലീഷ് സംസാരിക്കും, അതുകൊണ്ട് പ്രശ്നമില്ല. നോർമലി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ ABC എന്ന് പറഞ്ഞിട്ട് 3 ഗേറ്റ് ഉണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലം. ഹായ്, ഹലോ, താങ്ക് യു. Where are you coming from? India. India. Oh, really nice. Channel number 2 is for English, right? Yeah. Channel 2 is for English. Channel 2, okay. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് പ്ലാറ്റ്ഫോമിലോട്ട് വരാണ്. പ്ലാറ്റ്ഫോം ABCD ഉണ്ട്. അതിൽ D ആണ്, എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. D ആണ് നമ്മുടെ പ്ലാറ്റ്ഫോം. നമുക്ക് ഒരു ഇയർഫോൺ തന്നിട്ടുണ്ട് ഇവർ. ഇതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഹിസ്റ്ററി എന്തോ ഓഡിയോ ഉണ്ടാവും. അപ്പോൾ ചാനൽ 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ കേൾക്കാൻ പറ്റും. Oi. Hello. Hello, welcome, sir. Thank you. Sir, we're gonna take a funny picture with the prisoners. You can see you for the next station, Macarena Station, okay? Okay. ഇവിടെ പ്രിസണേഴ്സിന്റെ വേഷം ഇട്ടിട്ട് കുറെ ആൾക്കാരുണ്ട്. Thank you. Welcome. Hello. Hello. Yeah, where are you from, sir? India. India. Hello. Hello. Come here, Hi. sir. Take my arm. ഇത് അടിപൊളി പരിപാടിയാണ് കേട്ടോ. നമുക്ക് അവരുടെ ഒപ്പം ഒരു ഫോട്ടോ അവർ എടുത്തു തരും. അത് നമ്പർ 17 ആണ്, കാശ് കൊടുത്ത് മേടിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിന്. വാവ്, നൈസ്. മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ. മഴയത്തായിരിക്കും നമ്മുടെ യാത്ര കേട്ടോ. ഹായ്, ഹലോ. നിങ്ങൾ ഇവിടുത്തെ പ്രകൃതി ഭംഗി നോക്കി, എൻ്റെ മോനെ കിടിലനല്ലേ ഇത്. നോക്കി
കിടില സ്ഥലം അല്ലേ. നമ്മുടെ ബസ് അതേ കിടക്കണം. ഈ ബസ് നമ്മൾ ട്രെയിൻ ഇറങ്ങണത്ത് വരും. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ്. ഓ ഭാഗ്യ, സൈഡ് സീറ്റ് തന്നെ കിട്ടി. അപ്പോൾ ഈ കാണുന്നതാണ് ട്രെയിനിൻ്റെ ഉൾവശം. ഇവിടെ ഇതാണ് ചെറിയൊരു ക്യാബിനാണ് കേട്ടോ, കുഞ്ഞൊരു ക്യാബിൻ. ഇത് പക്ഷേ സൺ ഫിലിം പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കാഴ്ചയ്ക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇത്തിരി മങ്ങിയ രീതിയിലാണ് കാണുന്നത്. ഇത് തുറക്കാൻ പറ്റത്തില്ല, തുറക്കാൻ പറ്റുന്ന ടൈപ്പല്ല. പിന്നെ ഇവിടെ എന്തൊക്കെയോ കൺട്രോൾ സ്വിച്ചൊക്കെ ഉണ്ട്. എനിക്ക് വോളിയത്തിൻ്റെ എന്നോണം നമുക്ക് ഇയർഫോൺ വന്നിട്ടുണ്ടല്ലോ, അത് കുത്തുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ കുത്തുക. അപ്പോൾ ചാനൽ 2 എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കേൾക്കാം. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പല ഭാഷയുണ്ട്. ചൈനീസ് ഉണ്ട്, ജർമ്മൻ ഉണ്ട്, ഇത് ഫ്രഞ്ച്, ഇറ്റാലിയ, ബ്രസീൽ, ഇത് സ്പാനിഷ്. ഇവിടെ കാണുന്ന ഈ സ്വിച്ചാണ് ചാനൽ ചേഞ്ച് ചെയ്യണത്. ഇത് 1, 2, 3 ഒക്കെ മാറ്റുമ്പോൾ പല ലാംഗ്വേജ് കിട്ടും. വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ മ്യൂസിക് എന്തൊക്കെ പറയുന്നുണ്ട്. കേട്ടോ നോക്കട്ടെ. മ്യൂസിക്കാണിപ്പോൾ. En el último se encuentran nuestros ഒരാൾ segundos വന്നിട്ട് മണി guías y അടിച്ച് guardas, Lizzie y Gustavo. Traen Estamos el- aquí para lo que necesiten. Les sugerimos que vayan conectando sus auriculares en los apoyabrazos. En inglés, Cuando más 3 se la abren. portugués, 4 italiano. Está totalmente prohibido abrir las puertas mientras el tren se encuentra en movimiento. Pueden abrir las ventanas en el caso de que lo necesiten, pero les pedimos por favor, don't listen to your arms or head. ഇംഗ്ലീഷിലും പറയൂ കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. സദേൺ ഫ്യൂജിയൻ റെയിൽവേ അല്ലെങ്കിൽ ട്രെയിൻ ഓഫ് ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്നാണ് ഈ റെയിൽവേനെ അറിയപ്പെടുന്നത്. അർജന്റീനയിലെ ടിയാറ ഡെൽ ഫ്യൂഗോ പ്രവിശ്യയിലുള്ള 500 mm ഗേജ് സ്റ്റീം റെയിൽവേ ആണിത്. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ദേശീയോദ്യാനത്തിലേക്കും അതുപോലെ അതിൻ്റെ ഭാഗമായിട്ടുള്ള വനപ്രദേശത്തേക്കാണ് പ്രവേശിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ നീളം എന്ന് പറഞ്ഞാൽ 7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഏതാണ്ട് നമ്മുടെ ഊട്ടി പോലെ ഇരിക്കുന്ന സ്ഥലം. നല്ല രസമുണ്ട്. ഊട്ടിയിൽ ഇതേപോലത്തെ സ്റ്റീം എഞ്ചിനുണ്ട്. എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ഉഷ്വായ എന്ന് പറയുന്നത് പണ്ട് ജയിലായിരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ ഉഷ്വായ ജയിലിലേക്ക് ഈ മരത്തടികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ഒരു ചരക്ക് നീക്കത്തിനാണ് ആക്ച്വലി ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചത്. ഇതിപ്പോൾ ടിയാറ ഡെൽ ഫ്യൂഗോ നാഷണൽ പാർക്കിലേക്കുള്ള ഒരു പൈതൃക റെയിൽവേ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള റെയിൽവേ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് നമ്മൾ സഞ്ചരിക്കുന്ന ഈ ഒരു റെയിൽവേ ആണ് കേട്ടോ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഉഷ്വായ ഒരു ജയിലായിട്ട് വികസിപ്പിച്ചെടുക്കുന്നത്. 1884 ആദ്യത്തെ തടവുകാർ ഇവിടെ എത്തുന്നത്. അതിനുശേഷം 1902 ഈ തടവുകാർക്ക് വേണ്ടിയിട്ട് ജയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ കെട്ടിടങ്ങളും ഒക്കെ പണിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തീവണ്ടിപ്പാത പണിതത്. അതിനുശേഷം സ്റ്റീം ലോക്കോമോട്ടീവിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇവിടെ റെയിൽവേ ഒക്കെ നവീകരിച്ചത് 1909, 1910 കാലഘട്ടങ്ങളിലൊക്കെയാണ്. ഈ ജയിൽ ക്യാമ്പിനെ ഫോറസ്ട്രി ക്യാമ്പുമായിട്ട് ബന്ധിപ്പിച്ചായിരുന്നു അന്നത്തെ റെയിൽവേ ഉണ്ടായിരുന്നത്. ഉഷ്വായ നഗരത്തിൻ്റെ കടൽ തീരത്ത് കൂടിയായിരുന്നു ആ റെയിൽവേ കടന്നു പോയിക്കൊണ്ടിരുന്നത് ചേട്ടാ. തടവുകാരുടെ തീവണ്ടി എന്ന പേരിലും ഇത് അറിയപ്പെട്ടിരുന്നു. ഈ ആവശ്യമായിട്ട് വരുന്ന മരത്തടികളൊക്കെ തീരുന്നതനുസരിച്ച് ഈ റെയിൽവേ ക്രമേണ വനങ്ങളിലുള്ളിലേക്ക് കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ 1947 ഇവിടെ ഉണ്ടായിരുന്ന ആ ജയിൽ അടച്ചു. അതിന് പകരം ഇവിടെ ഒരു നാവിക താവളം സ്ഥാപിച്ചു. പിന്നീട് 2 വർഷത്തിന് ശേഷം 1949 ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന റെയിൽവേയുടെ ഭാഗങ്ങൾ ഭൂരിഭാഗവും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് തടവുകാരില്ലാഞ്ഞിട്ട് കൂടിയും ഈ ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിക്കാൻ അന്നത്തെ സർക്കാരൊക്കെ ശ്രമം നടത്തിയെങ്കിലും അത് പ്രായോഗികമായിരുന്നില്ല. അതുകൊണ്ട് 1954 ഈ റെയിൽവേ പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടി. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 1994 ഈ റെയിൽവേ ട്രാക്ക് പുനർനിർമ്മിക്കുകയും വീണ്ടും സർവീസുകൾ ആരംഭിക്കുകയും ചെയ്തത്. 1995 ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു പുതിയ സ്റ്റീം ലോക്കോമോട്ടീവ് ഒക്കെ കൊണ്ടുവന്നു. അതുകൂടാണ്ട് മറ്റൊന്ന് അർജന്റീനയിൽ തന്നെ ഉണ്ടാക്കി. പിന്നെ അതുകൂടാണ്ട് 3 ഡീസൽ ലോക്കോമോട്ടീവും കൂടി ഈ ഒരു ലൈനിൽ സേവനം നൽകാൻ തുടങ്ങി. ഇന്നത് ഈ ഒരു ഉഷ്വായിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രവും അതുപോലെ ഒരു പൈതൃക റെയിൽവേ ആയിട്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനും ഈ ഒരു റെയിൽവേ ട്രാക്കും തീവണ്ടിയും ഒക്കെ പ്രവർത്തിക്കുന്നത്. എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്നാണ് സർവീസുകളെല്ലാം തുടങ്ങുന്നത്. ടിയാറ ഡെൽ ഫ്യൂഗോ ദേശീയ ഉദ്യാനത്തിന്റെ ഉൾപ്രദേശങ്ങളിലൂടെ മനോഹരമായ സ്ഥലങ്ങളും കണ്ട് നമുക്ക് ഇതുപോലെ യാത്ര ചെയ്യാം. ഈ ഉഷ്വായ്ക്ക് സമീപം ഒരു പുതിയ സ്റ്റേഷനിലേക്ക് ഈ ഒരു ലൈൻ നീട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ട് ഇവർക്ക്. അതൊരു ട്രാം ഉപയോഗിച്ച് സ്റ്റേഷനെ കണക്ട് ചെയ്ത് നഗരത്തെ ബന്ധിപ്പിക്കാനുള്ള ഒരു പദ്ധതി ഇവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനോഹരമായ ഒരു ട്രെയിൻ യാത്രയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ട്രെയിൻ യാത്ര ചെയ്യണം. നമ്മൾ പോകുന്ന വഴിയിൽ ഇവിടെ ഒരു സ്റ്റോപ്പുണ്ട്. ഇവിടെ നമുക്കൊരു 15-20 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തൊരു വ്യൂ പോയിൻറ്റോ വെള്ളച്ചാട്ടമോ അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്.
അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ട്രെയിൻ ഒരു ഭാഗത്തേക്ക് എത്തി. ഇവിടെ ഒരു 20 മിനിറ്റ് നിർത്തിയിടും എന്നാണ് പറഞ്ഞത്. നല്ല രസമുള്ള സ്ഥലമാണ്, അടിപൊളി. നോക്കി, പഴയ ട്രെയിനാണ്. ഞാൻ ആക്ച്വലി ഇതുവരെ ഊട്ടിയിലെ ട്രെയിനിൽ ഇതുവരെ കയറിയിട്ടില്ല. പക്ഷെ ആദ്യം ഇങ്ങനത്തെ ഒരു ഹെറിറ്റേജ് ട്രെയിനിൽ കയറണം ഇവിടെയാണ്, അർജൻറ്റീനയിൽ വന്നിട്ട്. ഊട്ടിയിൽ ഒരു ദിവസം പോയി കയറണം. ഇതേണ്ട ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ, ഇത് എന്തോരം ആൾക്കാർ. ഓ അടിപൊളി. ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ മൊത്തം അതിൻ്റെ മുമ്പിലാണ്. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. അപ്പോൾ അതിനകത്ത് കയറിയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. ആവി എഞ്ചിനിൽ ഓടുന്ന ട്രെയിനാണ് കണ്ടാ. ഇത് 2001 എഴുതിയിട്ടുണ്ടല്ലോ. ട്രാക്കിലേക്ക് ഇറങ്ങുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് സ്പാനിഷിൽ എഴുതിയേക്കണം, ഇംഗ്ലീഷും ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിൽ കൂടി ഇറങ്ങി വേണം മുകളിലോട്ട് പോകാനായിട്ട്. ഈ ഭാഗത്തേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട്. ഒരു 20 മിനിറ്റ് എന്തായാലും ട്രെയിൻ പോകില്ല, അത് ഡോറൊക്കെ തുറന്ന് നടക്കുമെന്ന് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. യെസ്, ഇതാണ് സാധനം കണ്ട. നല്ല രസമല്ലേ, ജയിക്കണം. ആ പൂവണ്ട, അടിപൊളി പോവല്ലേ. നമ്മളെ ആ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വന്നപ്പോൾ ഇവിടെയും വേറൊരു റെയിൽ പാളമുണ്ട്, താഴത്ത് വേറെ ഉണ്ട്. ആക്ച്വലി ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ സംഭവം, ഈ ഒരു ട്രെയിൻ പോകുന്നത്. ഉണ്ടതേ താഴത്താണ് മറ്റേ ട്രെയിൻ, നമ്മൾ വന്ന ട്രെയിൻ കിടക്കണം. അതിൻ്റെ മുകളിൽ കയറി വന്നപ്പോൾ ഇവിടെ റെയിൽപ്പാളം. ഇത് കണ്ട, പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു, കല്ലുകളും മരങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നത്. കണ്ട, പഴയൊരു ഓർമ്മയ്ക്കാന്ന് തോന്നുന്നു ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നുണ്ട് ട്രെയിനിൻ്റെ ചക്രത്തിൻ്റെ ഷേപ്പിലുള്ള ഇരിപ്പിടം, സീറ്റൊക്കെ അടിപൊളിയല്ലേ. ഇവിടെ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഹായ് പല, ഇവിടെ എൻ്റെ ഫോട്ടോ കിട്ടും. I have your picture here. How much? The print version and the frame, your price is the 8,000 pesos or $7. Your right include digital, the other side instruction, the digital file. ഓക്കെ. Okay? അപ്പോൾ ഇവിടുന്ന് ഞാൻ ആ ഫോട്ടോ മേടിച്ചേട്ടാ. എനിക്ക് ആ ഫോട്ടോ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. $7 അല്ലെങ്കിൽ 8,000 പെസോ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാനത് കൊടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ, കൊള്ളാം. മെമ്മറി. ഇതേ നമുക്ക് ഡിജിറ്റലായിട്ടും കിട്ടും കേട്ടോ. ഇവരുടെ മെയിൽ ഐ ഡിയിലോട്ട് ഒന്ന് മെയിൽ അയച്ചാൽ മാത്രം മതി, അത് നമുക്ക് അയച്ചു തരും. അപ്പോൾ നമ്മളെ ഈ ഒരു കുന്നിൻ്റെ മുകളിലോട്ട് കയറി വന്നപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം, പക്ഷെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. വാവ്, നൈസ്. കസാഡ ലാ മക്കറേന, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ സ്ഥലം കണ്ട, നല്ല പച്ചപ്പാട്ടിരിക്കണേ, നല്ല രസമുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളച്ചാട്ടവും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വന്ന സ്ഥലം ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കയറിയാൽ മതി. ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. റൈറ്റിലോട്ട് പോയപ്പോഴാണ് നമ്മളിപ്പോൾ ആ വെള്ളച്ചാട്ടം കണ്ടത്. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ലോവർ ലെവലിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്, എന്താ സംഭവം നോക്കട്ടെ. ആകുമ്പോൾ ഇത് വെള്ളച്ചാട്ടം തന്നെ, അതായത് നേരത്തെ കണ്ട വെള്ളച്ചാട്ടം താഴത്തോട്ട് വീഴുന്ന ആ ഒരു ഭാഗമാണ് കാണാം. എന്താ നല്ല തെളിനീര് വെള്ളം കേട്ടോ, അടിപൊളി. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റും. നമ്മൾ മുകളിൽ നിന്ന് എടുക്കണതന്നെ നല്ലത്. നമ്മുടെ ട്രെയിൻ അവിടെ കിടന്ന് ചൂളം വിളിക്കുന്നുണ്ട്, പക്ഷേ പോവില്ല. ഞാൻ ഇവിടെയുള്ളൊരു പുള്ളിയോട് ചോദിച്ചേ, പുള്ളി പറഞ്ഞ ടൂറിസ്റ്റിനെ എല്ലാവരും കയറ്റാണ്ട് ആ ട്രെയിൻ എന്തായാലും എടുക്കില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോയി കണ്ടിട്ട് വന്നു എൻ്റെ അടുത്ത് ഒരു പുള്ളി പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് വെറുതെ നിന്ന് പിടിക്കണ്ട, അവർ എന്തായാലും കയറ്റിയിട്ട് പോകും. ഒരു 20 മിനിറ്റ് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ, ഈ ഒരു വെള്ളച്ചാട്ടവും ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം. നല്ല രസമുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്, അതുപോലെ ചെറിയൊരു പൊടിമഴയുണ്ട്. ഓ ജാക്കി ചാനാന്ന് തോന്നുന്നു. ജാക്കി ചാൻ പക്ഷെ താഴെ വീണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് പണ്ട് ഇത് പ്രിസണേഴ്സിൻ്റെ സ്ഥലമായിരുന്നു ഈ ഉഷ്വായ എന്ന് പറയുന്നത്. ഒരു കാലത്ത് തടവുള്ളികളെ പാർപ്പിച്ചിരുന്ന സ്ഥലം. അതായത് ഈ ഉഷ്വായ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഐലൻഡ് പോലെ ഒരു സ്ഥലം. അതായത് രക്ഷപ്പെടാനൊക്കെ ഇത്തിരി പാടാണ്, ഈ വെള്ളത്തള ചുറ്റപ്പെട്ടിരിക്കുന്ന സംഭവമാണ്. നിങ്ങൾ മാപ്പ് എടുത്തിട്ട് ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയാൽ കാണാം, ഉഷ്വായ ശരിക്കും ഒരു ഐലൻഡാണ്. അപ്പോൾ രക്ഷപ്പെടാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പണ്ട് കാലത്ത് 1800-കളിലൊക്കെ ഈ ഒരു സ്ഥലം ഉഷ്വായ എന്ന് പറയുന്നത് ഒരു ജയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ഫസ്റ്റ് ഇവിടെ റെയിൽവേ പണിതത്, റെയിൽവേ ലൈൻ പണിതത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു ടൂറിസം സംഭവങ്ങളൊക്കെ ഇട്ട് മാറിയത്. നേരത്തെ എന്ത് ദിക്കും തിരക്കും ബഹളമായിരുന്നു. അതെ, ആവശ്യമുള്ള പോലെ ഇപ്പോൾ ഫോട്ടോ എടുക്കാം. വണ്ടി അവിടെ കിടന്ന് വരുന്നുണ്ട്, ആരുമില്ല. നല്ലൊരു ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണട്ടോ. ഇവിടെ കാണുന്ന ഒരു പൈപ്പ് കണ്ടോ, അതിനകത്തുനിന്ന് വെള്ളം ഈ ട്രെയിനിലോട്ട് ഇവർ നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അത് ചൂടാക്കിയാണല്ലോ ഈ ആവി എഞ്ചിനൊക്കെ വർക്ക് ചെയ്യുന്നത്. കണ്ടോ, അടിപൊളി. ഇതിൻ്റെ സിസ്റ്റമൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, എങ്ങനെ വർക്ക് ചെയ്യണമെന്ന്. ആവി എഞ്ചിനാണെന്ന് മാത്രമേ അറിയുള്ളൂ. യെസ്, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ബോഗിലോട്ട് കയറാൻ പോവാണ്. ആക്ച്വലി ഞാനിരുന്ന ബോഗി ഏതാണെന്ന് മറന്നുപോയി. ഓ ഏതാണാവോ. തിരിച്ച് കയറാൻ വന്നപ്പോഴേ എൻ്റെ ബോഗി ഏതാണ്, എൻ്റെ സീറ്റ് ഏതാണെന്ന് ഞാൻ മറന്നുപോയി. അവസാനം നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾ ഡോറ് തുറന്നിട്ട് വിളിച്ചെന്നെ, എന്നെ മനസ്സിലായിട്ട് അവർക്ക്. ശരിക്കും ഞാനിരിക്കുന്ന ഈ സൈഡിനേക്കാളും അപ്പുറത്തെ സൈഡാണ് അടിപൊളി. അവിടെ കുറേ നദിയൊക്കെ ഒഴുകി നല്ല ഭംഗിയുണ്ട്. പക്ഷെ എനിക്കത് ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ കുറേ പാടാണ്. നമ്മൾ അടുത്തൊരു സ്റ്റേഷനിലോട്ട് എത്തണം കേട്ടോ. നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ട്
1 മണിക്കൂറായി. ഇപ്പോൾ സമയം 11 മണി. നേരത്തെ കണ്ട ആ ട്രെയിനിൻ്റെ കിടക്കണം. ഇത് തിരിച്ച് അതങ്ങനെ തിരിച്ച് ഉണ്ടോ? ഇത് പച്ച കളർ ട്രെയിനാണ്. നമ്മൾ പോണ കറുത്ത കളറുള്ള ട്രെയിനാണ്. Alright, passengers, when the train had completely and fully stopped. ട്രെയിനിൻ്റെ ഉള്ളൊക്കെ ഇപ്പോഴാണ് വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നത്. ഇതാണ് സംഭവം. ഒരു സ്പീക്കർ ഉണ്ട്, 2 ലൈറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇയർഫോണൊക്കെ കുത്താനുള്ള സൗകര്യങ്ങൾ. 6 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാവുന്ന ചെറിയ ക്യാബിൻസാണ്. അങ്ങനെ കുറേ ക്യാബിനുണ്ട്. 3500 രൂപ ഈ ട്രെയിനിൻ്റെ റേറ്റ്. ആക്ച്വലി ഇവിടം വരെ ഉള്ളൂ. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇനി അങ്ങോട്ട് നടക്കണമായിരിക്കും. നോക്കാം. പോകുന്ന വേറെ ട്രെയിൻ. ഹായ്. എന്താ ഇത് റിവേഴ്സും പോകുമല്ലേ? ഇതിപ്പോൾ റിവേഴ്സാണ് പോയിക്കൊണ്ടിരിക്കണം. ആക്ച്വലി ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ടുള്ള ട്രെയിനാണ്. അത് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ട്രെയിനാണ് ഇത്. ഈ കാണുന്ന ഭാഗം കണ്ട ഈ ബോഗി, ഇതിനകത്ത് ഫുഡൊക്കെ കിട്ടും. അവിടെ എന്തോ ഡ്രിങ്ക്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി റേറ്റ് കൂടിയ ക്യാബിനാണ്. അപ്പോൾ എല്ലാവരും കൂടി തിരിച്ച് ചെറിയൊരു വഴിയാണ്, ചെറിയൊരു കയറ്റമുണ്ട്, സ്റ്റെപ്പൊക്കെ ഉണ്ട്, മരത്തിൻ്റെ സ്റ്റെപ്പാണ്. അപ്പോൾ അത് കയറി വേണം പാർക്കിങ്ങിലോട്ട് പോകാൻ. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ടാവും. ഇവിടെ ഇതിൻ്റെ റേറ്റും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പ്രീമിയം ടിക്കറ്റ് ഉണ്ട് കണ്ട, അത് 70,000 രൂപ. അത് കൊടുത്താലാണ് നമ്മൾ ആ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന ക്യാബിനിൽ ഇരിക്കാൻ പറ്റണം. കണ്ട ടൈമിംഗ് ഉണ്ട് കേട്ടോ. 9:30 തൊട്ടുണ്ട് രാവിലെ. 9:30, 12 മണിക്ക്, 3 മണിക്ക്. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വന്ന സ്റ്റേഷൻ്റെ കേട്ടോ. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ടൈമിംഗ് ആണ് ആയിരിക്കുന്നത്. അവിടെ നിന്ന് വേറെ ടൈമാണ്. ഇനി നമ്മുടെ ബസ് കണ്ടുപിടിക്കണം. ഇതാണെന്ന് തോന്നുന്നു. ഇതാണോ? കാണാമല്ലോ. ഞാനിവിടെ കിടന്ന് ബസ് തപ്പുമായിരുന്നു. അമ്മച്ചി ഡ്രസ്സ് മാറ്റി, അതാണ്. റെയിൻ കോട്ട് എടുത്തിട്ട് ആളെ മനസ്സിലായില്ല. ഇതാണ് നമ്മുടെ ബസ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മളെ ശരിക്കും ഈ നാഷണൽ പാർക്കിൻ്റെ ഒരു 10% മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാട്ടെ. കാരണം അത്രയും വലിയ ഏരിയയാണ്. പക്ഷെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ കാണുന്നുള്ളൂ. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് ഒരു നദിയാണ്. ലപാറ്റിയ നദി എന്ന് പറയും. അതായത് ലേക്ക് റൊക്ക എന്ന് പറയുന്ന വലിയൊരു തടാകത്തിൽ നിന്ന് വരുന്ന നദിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ ഈ നാഷണൽ പാർക്കിൽ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൃഗങ്ങളും പക്ഷികളും ഒക്കെയുള്ള സ്ഥലമാണ്. പിന്നെ നല്ല ഭംഗിയുള്ള മൗണ്ടെയിൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ അതുപോലെ ഇവിടെ ആളുകൾക്ക് ക്യാരവനിൽ വന്നിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ആളുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും നല്ലൊരു അടിപൊളി റൂട്ടാണ്. പിന്നെ ഇവിടെ ഹൈക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഹൈക്ക് ചെയ്ത് ഓരോ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ലപാറ്റിയ എന്ന് പറയുന്ന ഒരു ലേക്കൊക്കെ കണ്ടില്ലേ? അതും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വന്നു. ഇവിടെ ഡ്രോണൊന്നും പറത്താൻ പാടില്ല എന്നുള്ള സിഗ്നൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ടോയ്ലറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ പേര് ആക്ച്വലി ബഹിയ ലപാറ്റയ്യ. ഇത് സ്പാനിഷ് വേർഡാന്ന് തോന്നുന്നത്. ചിലപ്പോൾ പറയുമ്പോൾ ഒക്കെ തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ നിൽക്കുന്നത് ശരിക്കും ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ചില്ലി ബോർഡറാണ്, മറ്റൊരു രാജ്യം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ബീഗൽ കനാലിൽ കൂടി പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അപ്പുറത്ത് ചില്ലി, ഇപ്പുറത്ത് അർജൻറ്റീന. അതേപോലെ തന്നെ ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. അതായത് ഇത് ലാൻഡ് ബോർഡറാണ്. ഈ ഒരു ബോർഡിൽ ബൈക്കുകാരൊക്കെ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ബൈക്കേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് സ്ഥിരം കാണാതെ അതേപോലെ ഒരാൾ ബൈക്ക് ട്രിപ്പായിട്ട് ഇറങ്ങിയാന്ന് തോന്നുന്നു. ബൈക്ക് റൈഡ് കേട്ടോ, ഫോട്ടോ എടുക്കുകയാണ്. ഇത് മെയിൻ പോയിന്റ് ആണല്ലോ. ഇത് ശരിക്കും ഒരു എൻഡാണ്. ഇവിടെ നിന്ന് ഇനി വേറെ വഴിയോ സംഭവങ്ങളൊന്നും അല്ല, ലാസ്റ്റ് പോയിന്റ് ആണത്. ഈ ഒരു ഭാഗത്തിന്റെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. പർക്യൂ നാഷണൽ, എനിക്ക് തോന്നുന്നു സ്പാനിഷ് ലാംഗ്വേജ് ആണെന്ന് തോന്നുന്നു. താഴത്തെ ഇരിക്കുന്ന ടിയാറ ഡെൽ ഫിഗോ, അത് നാഷണൽ പാർക്കിന്റെ പേര്. ഈ വന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ബഹിയ ലപാറ്റിയ. കണ്ടാ, അതുപോലെ തന്നെ റിപ്പബ്ലിക്ക അർജന്റീന എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ ഒരു മാപ്പും കൂടി വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നത്? ഇത് പ്രൊവിൻസിയ, അതായത് ഇത് സ്പാനിഷാണ് എഴുതിയിരിക്കണത്. എനിക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ നിൽക്കുന്ന ഭാഗമാണ് ആക്ച്വലി ഇതുണ്ട്. ഉഷുവായ ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ അറ്റത്താണ് വന്നേക്കണം. തൊട്ടിപ്പുറത്ത് ആ വരയുടെ അപ്പുറത്ത് കാണുന്ന ചില്ലിയാണ് കേട്ടോ. ലാസ് മാൽവീനാസ് സൺസ് അർജന്റീനാസ്. പിന്നെ ഇവിടെ ഒരു 797 കിലോമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. അർജന്റീനയിൽ സ്ഥാപിതമായ ആദ്യത്തെ തീരദേശ ദേശീയ ഉദ്യാനമാണ് ടിയാറ ഡെൽ ഫിഗോ ദേശീയ ഉദ്യാനം. അർജന്റീനയും ഭാഗത്ത് 630 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ദേശീയ ഉദ്യാനമാണിത്. 1960 ഒക്ടോബർ 15 ഈ ഒരു ദേശീയ ഉദ്യാനം നിലവിൽ വന്നേട്ടാ. ടിയാറ ഡെൽ ഫിഗോ എന്ന പ്രധാന ദ്വീപും അതുപോലെ കേപ്പ് ഹോണും ഡീഗോ റാമിറസ് ദ്വീപുകളും അതുപോലെ നിരവധി ചെറിയ ദ്വീപുകളും കൂടി ഉൾപ്പെടുന്ന ഒരു ദ്വീപ സമൂഹമാണ് ഈ ഒരു ദേശീയോദ്യാനം
എന്ന് പറയുന്നത്. ഇന്നിത് 2 രാജ്യങ്ങളിലായിട്ടാണ് ഈ ഒരു ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ദ്വീപിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ബീഗൽ ചാനലോടൊക്കെ ചേർന്നും അതുപോലെ ആ ഭാഗത്തുള്ള കുറച്ച് ദ്വീപുകളൊക്കെ ചേർന്നത് അർജൻറ്റീന സൈഡും, പടിഞ്ഞാറ് ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ ചില്ലിക്കും അവകാശപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ 2 രാജ്യങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ടിയാറ ഡെൽ ഫ്യൂഗോ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പുരാതനമായ മനുഷ്യവാസ കേന്ദ്രം കൂടിയാണ് കേട്ടോ. 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ മനുഷ്യവാസം ഉള്ള സ്ഥലമാണ്. ബീഗൽ ചാനലിന്റെ തീരത്ത് ഏതാണ്ട് 6500 വർഷങ്ങളിലായിട്ട് ഒരുപാട് നാടോടികളായിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്നു. യൂറോപ്യന്മാരുടെ വരവിന് മുമ്പ് അവരുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ വേട്ടയാടലും മീൻപിടുത്തവും ഒക്കെ ആയിരുന്നു. 1520 ഫെർഡിനാഡ് മകലിന്റെ പര്യവേഷണ വേളയിലാണ് യൂറോപ്യന്മാർ ആദ്യമായിട്ട് ഈ ദ്വീപുകൾ പര്യവേഷണം ചെയ്തത്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും വനങ്ങളും പർവ്വതങ്ങളും ഹിമാനികളൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. അർജൻറ്റീനയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ദേശീയോദ്യാനമാണ്. പാൻ അമേരിക്കൻ ഹൈവേയുടെ തെക്കൻ ഭാഗത്തുള്ള ഏറ്റവും അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർക്കിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ സബ് അന്റാർട്ടിക്കൻ വനത്തിൻ്റെ തെക്കൻ ഭാഗം കൂടിയാണ് ഈ ഒരു പാർക്ക്. നമ്മൾ ഇതിൽ കൂടി ഇങ്ങനെ നടക്കാൻ പറ്റില്ല. റൈറ്റിലോട്ട് ഉള്ളിലോട്ട് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. അത് പല ട്രെയിലുകളാണ്. നമുക്കിങ്ങനെ ഹൈക്ക് ചെയ്തൊക്കെ പോകാൻ പറ്റും. ഇത് ഏകദേശം 1.5 കിലോമീറ്റർ 1.2 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ കാണുന്ന വഴി കൂടിയൊക്കെ അങ്ങോട്ട് പോകും. ഇവിടെ ഉണ്ടല്ലോ ഒരു രക്ഷയിലടക്കിയിട്ടില്ല സ്ഥലം. ഇത് നോക്കിയാൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരിക്കുന്ന ചെടികൾ, നല്ല ആംബിയൻസ്, നേരിയ തണുപ്പ്, കോടമഞ്ഞൊക്കെ പല സ്ഥലത്തും കാണാം. നല്ല ക്ലൈമറ്റായിരുന്നു. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം. ശരിക്കും ഞാൻ ഇതിലേക്കൂടി നടക്കാൻ വേണ്ടല്ലോ, നമുക്ക് സൈഡ് മാറിപ്പോകും. നമ്മളെപ്പോഴും ഇടത് സൈഡ് നടന്നുള്ള ശീലം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആൾക്കാർ ഇടത്തേ കൂടിയാണ് വരിക, നമ്മൾ വലത്തേ കൂടിയാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് അങ്ങ് നോക്കുമ്പോൾ നേരെ കാണുന്നത് ബീഗൽ കനാലാണ്. ആ ബീഗൽ കനാലിൽ നിന്ന് കയറി കിടക്കുന്ന വെള്ളമാണ് ഈ കാണുന്നത്. കാണാം. ചില്ലി എന്ന് പറയുമ്പോൾ ഈ സൈഡായിട്ട് വരും. അപ്പർ സൈഡാണ് നമ്മുടെ ചില്ലി എന്ന് പറയുന്ന രാജ്യം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആ മലയും അതിൻ്റെ അപ്പുറത്തൊക്കെ ചില്ലി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ഒരു അവസാന പോയിന്റ്. താഴത്തോട്ട് ഇറങ്ങാനുള്ളൊരു ഭാഗമുണ്ട്. എനിക്ക് തോന്നുന്നു ബോട്ട് വല്ലതും വരുമായിരിക്കും. എൻ്റെ മോനെ കിട്ടില്ല സ്ഥലമല്ല, ഒരു രക്ഷയില്ലട്ടാ. നല്ല രസമുണ്ട്. മഴ കൂടി വരുന്നുണ്ട്. ഞാൻ പയ്യങ്ങ് നടക്കുകയാണ്. നമുക്കൊരു അരമണിക്കൂറാണ് നമ്മുടെ ഗൈഡ് ചേച്ചി പറഞ്ഞ സമയം. അരമണിക്കൂറിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരമണിക്കൂറായി. ഞാൻ എന്തായാലും അങ്ങനെ നടക്കണം തിരിച്ച്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കാറ് റെൻറ്റിന് എടുത്തിട്ട് വന്നാണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ കാറ് റെൻറ്റിന് എടുത്തിട്ട് വരാം. അതാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ എത്ര സമയം വേണമെങ്കിലും നിൽക്കാം, എവിടെ വേണേലും പോവാം. അപ്പോൾ നമ്മൾ ബസ് തിരിച്ച് കയറാണ്. യെസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബസ്സിൽ കയറിയപ്പോൾ ഒരു കമ്പനി കിട്ടിയതാണ്. പക്ഷേ എൻ്റെ ഭാഷ ഞാൻ പറയുന്നത് എന്താണ് പുള്ളിക്കാരിലേക്കും പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണില്ല. സ്പാനിഷ് അല്ല, പോർച്ചുഗീസ്, ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരി ബ്രസീലിൽ നിന്നാണ് വരുന്നത്. ബ്രസീലിൽ നിന്ന് അർജൻറ്റീന കാണാൻ വന്നതാണ്. പക്ഷേ അവിടുത്തെ ഭാഷ പോർച്ചുഗീസാണ്. ഞാൻ ഇംഗ്ലീഷ് പറയാൻ നോക്കിയിട്ട് രക്ഷയില്ല. ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കാൻ നോക്കിയിട്ട് ഇവിടെ റേഞ്ചില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നമാണ്. പണി കിട്ടിയിരിക്കുകയാണ്, സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ലൊരു കമ്പനി കിട്ടി. ഞങ്ങളിങ്ങനെ ആംഗ്യ ഭാഷയിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കിടക്കുന്ന ബസ്സിൻ്റെ പുറകിലേ ഒരു ബൈക്ക് കെട്ടി വെച്ചേക്കണം. ഇതൊക്കെ ബൈക്ക് വെക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നത്. ആ വണ്ടിക്കൊരു പ്രത്യേകത ഉണ്ട്. ആ വണ്ടിയിൽ ബ്രസീലിൽ നിന്നാണ് എഴുതിയേക്കണം. എനിക്ക് തോന്നുന്നു ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത്തരം കാഴ്ചകൾ നോർത്ത് ഇന്ത്യ ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട്, വണ്ടിയിലും ബസ്സിലൊക്കെ കൊണ്ടുപോകുന്നത്. നമ്മുടെ അവിടെയൊക്കെ ഭയങ്കര കുറവാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ. നമ്മളെ അടുത്തത് വന്നേക്കുന്നത് ഒരു കിട്ടിയില്ലൊരു പ്ലേസ് ആണ്. ഒരു ലേക്കാണ്. പക്ഷെ അതിൻ്റെ ലേക്കിൻ്റെ അപ്പുറത്ത് വേറൊരു രാജ്യം കൂടിയാണ്. 2 രാജ്യങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണ് നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഈ തടാകത്തിൻ്റെ പേരിൽ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതെ, അർജന്റീനയിലും ചിലിയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ലേക്ക് റൊക്ക എന്ന് അർജന്റീനയിലും ലേക്ക് എറാസൂറിസ് എന്ന് ചിലിയിലും അറിയപ്പെടുന്ന ഒരു തടാകം. ടിയാറ ഡെൽ ഫ്യൂഗോ ദ്വീപിന്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണിത്. 2024 വരെ അർജന്റീനയില് അസിഗാമി തടാകം എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. അത് ഇവിടുത്തെ ഈ ആഗൻ ഭാഷയിലുള്ള പേരായിരുന്നു. നീളമേറിയ കൊട്ട അല്ലെങ്കിൽ നീളമേറിയ സഞ്ചി എന്നായിരുന്നു
എന്നായിരുന്നു അതിന്റെ അർത്ഥം വരുന്നത്. ഹിമാനികളിൽ നിന്നാണ് ഈ ഒരു തടാകം ഉത്ഭവിക്കുന്നത്. ഏതാണ്ട് 11 കിലോമീറ്റർ നീളവും 1.5 കിലോമീറ്റർ വീതിയുണ്ട് ഈ ഒരു തടാകത്തിന്. ഈ തടാകത്തിന്റെ 2 ഭാഗവും ചിലിയൻ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് ഈ ടിയാറ ഡെൽ ഫിഗോ ദ്വീപിന്റെ മുകളിലുള്ള പരമാധികാരത്തിന് വേണ്ടിയിട്ട് അർജന്റീനയും ചിലിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 1881 ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ഉടമ്പടി ഒപ്പുവെക്കുകയും അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് പ്രസിഡന്റുമാരായ ജൂലിയോ അർജന്റീനോ റൊക്കയുടെയും അതുപോലെ ചിലി ഭാഗത്ത് നിന്ന് ഫെഡറിക്കോ എറാസുറിസ് ഔച്ചറിന്റെ പേരുകൾ തടാകത്തിന് നൽകാൻ ഇരു രാജ്യങ്ങളും തീരുമാനിക്കുകയും അങ്ങനെ ആ തർക്കം അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു തടാകത്തിന്റെ കിഴക്ക് ഭാഗം അത് അർജന്റീന ഭാഗമാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആ ഭാഗത്താണ്. ഈ ഭാഗത്തെ തടാകത്തിന്റെ പേര് ലേക്ക് റൊക്ക എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ലാഗോ റൊക്ക എന്നും പറയും കേട്ടോ. ഇനി ഈ തടാകത്തിന്റെ പടിഞ്ഞാറൻ ഭാഗം എന്ന് പറഞ്ഞാൽ ചിലിയുടെ അധികാരത്തിൽ വരുന്നതാണ്. ആ ഭാഗത്തെ ലേക്ക് എറാസുറിസ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ലേക്കിന്റെ പേര്. 2 പേരുകളുണ്ട് ഈ ഒരു തടാകത്തിന്. നമ്മളെ പോകുന്നതിന് നേരെ അപ്പുറത്ത് കാണുന്നുണ്ട്, ആ കടല് കഴിഞ്ഞാൽ അപ്പുറത്ത് കാണുന്നൊക്കെ ചില്ലിയാണ്ടാ, വേറെ രാജ്യമുണ്ട്. കടലിന്റെ അവിടെയൊക്കെ നല്ല കാറ്റുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അന്റാർട്ടിക്ക സൈഡിൽ നിന്നൊക്കെ വരുന്ന നല്ല തണുത്ത കാറ്റായിരിക്കും. അതിന്റെ ഓളം ഇങ്ങനെ കാണാം. കണ്ട ഈ ഭാഗത്തൊക്കെ ഉണ്ട, ഇതിന്റെ അപ്പുറം കാണുന്നൊക്കെ ഫുള്ള് ചില്ലിയാണ്ട. ചില്ലി എന്ന് പറയുന്ന രാജ്യം. ആംബുലൻസ് പോയതാ. അപ്പൊ ഞാനേ നൈസായിട്ടൊന്ന് റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി കിടന്ന് ഉറങ്ങി. അപ്പൊ കുറച്ച് റിലേക്ക് വന്നു. അപ്പോൾ വൈകുന്നേരം ഒന്ന് ഇറങ്ങിയതാണ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാത്തുണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണണം. പ്രധാനമായിട്ടേ ഇവിടെ ഉഷുവായ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുക്കാം. ലോകത്തിലെ ഏറ്റവും താഴത്തുള്ള സിറ്റി അല്ലേ, അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ എന്തായാലും എടുക്കണമല്ലോ. അപ്പൊ അത് ആ പോർട്ട് കഴിഞ്ഞിട്ട് അപ്പുറത്താണ്, അതൊന്ന് പോയി എടുക്കണം. ഞാനേ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ പോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമാണേ. നമ്മള് അന്റാർട്ടിക്കക്ക് പോയത് ഈ ഉഷുവായ പോർട്ടിൽ നിന്നാണ്. കുറെ ഷിപ്പൊക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ ഷിപ്പൊന്നും കാണാനില്ല, അതൊക്കെ മിക്കവാറും അന്റാർട്ടിക്കക്ക് പോയിട്ടുണ്ടാവും. ഇപ്പൊ എത്തിക്കാണെന്ന് തോന്നുന്നു. ഈ ഷിപ്പിന്റെ അവിടെ നിറച്ച് പക്ഷികളെ അത് കണ്ട, അതിന്റെ അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെയാണെന്ന് തോന്നുന്നത്. അവിടെ ആ ഭാഗത്ത് മൊത്തം പക്ഷികൾ ഇങ്ങനെ പറക്കണം. നമ്മൾ ഈ ഉഷുവായി കൂടി ഇങ്ങനെ നടന്നപ്പോൾ കണ്ടതാണ്. ഇവിടുത്തെ പല വീടുകളും കാണാൻ നല്ല രസമുണ്ടായി. ഈ വീടിന്റെ മുമ്പിൽ വലിയൊരു മരമൊക്കെ ഉണ്ട്. ഇത് കണ്ട, എന്തോ ഒരു പ്രത്യേകത ഇല്ല, നല്ല രസമല്ലേ കാണാനായിട്ട്. കൊള്ളാല്ലേ. ഈ നേരെ അപ്പുറത്ത് കാണുന്നത് അർജന്റീനിയൻ നേവിയുടെ ബേസ് ആണ്, നേവൽ ബേസ് ആണ്. ഇവരുടെ യുദ്ധക്കപ്പലൊക്കെ കിടപ്പുണ്ട് അവിടെ. അതെ, ഇവിടുത്തെ മേഘത്തിന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ. അതെന്താണ്? ഇത് കണ്ടാ, ഇത് മറ്റേ UFO വല്ലതും ആണോ? അന്യഗ്രഹ ജീവി വല്ലതും വന്നാണ്. അവരുടെ വണ്ടി പോലെ ഉണ്ട്. കണ്ട മേഘം കണ്ട. നമ്മളെ ഈ ഒരു വാക്വേ കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു. ഈ സൈഡില് കുറെ ആർമി ഉദ്യോഗസ്ഥരുടെ പ്രതിമകളൊക്കെ കാണാം. നാളെ നമ്മളെ ബീഗൽ കനാലിൽ ബോട്ട് ട്രിപ്പ് പോണതേ ഇവിടെ നിന്നാണ്. ഇവിടെ കുറെ കമ്പനികളുടെ ഓഫീസുണ്ട്. ഇതുണ്ട്, ഇതാണ് ഉഷുവായ സിറ്റി. ഇവിടെ നിന്നാണ് നമ്മൾ കപ്പലിൽ അങ്ങ് പോയത്. ബീഗൽ കനാലാണ് ഈ കിടക്കണം. നമ്മൾ നേരത്തെ ഇന്ന് രാവിലെ പോയത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോയി. കണ്ട, ഇവിടെ നമ്മൾ നാളെ രാവിലെ വേറെ സ്ഥലത്ത് പോയി, ഈ ഭാഗത്ത് പോകും. അവിടെയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഉള്ളത്. അവിടെ പോകണം. അത് നാളത്തെ എപ്പിസോഡ് നോക്കിയാൽ മതി. എയർപോർട്ടൊക്കെ ഇവിടെയാണ്. കണ്ട, ആ ഞാൻ എടുത്തേക്കുന്നത് ഫുള്ളാണ് കേട്ടോ. അതായത് ഉഷുവായും തുടങ്ങി ഈ അറ്റത്ത് പെങ്കിൻ ഐലൻഡ് ഉണ്ട്. പെങ്കിൻ ഐലൻഡ് എന്ന് പറയും. ഈ ഭാഗത്ത് കുറേ പെങ്കിൻസ് ഉണ്ട്, അത് കാണാം. പെങ്കിനെ സീൽസിനെ ഒക്കെ കാണാം. ഇവിടെ നേരത്തെ ബുക്ക് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് എപ്പോൾ നോക്കിയാലും ഇവിടെ നല്ല തിരക്ക് കാണുന്നുണ്ട്. ആൾക്കാരൊക്കെ ഈ ബോട്ട് ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഓൺലൈൻ ബുക്ക് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഞാൻ ഡയറക്റ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടി, സ്ലോട്ട് ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ആ ബോട്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. തൊട്ടപ്പുറത്ത് ഉഷുവായ പോർട്ട്, നമ്മൾ അന്റാർട്ടിക്കക്ക് പോയ ആ ഒരു സ്ഥലം. ഇതേ ഒരു ബോട്ട് എടുത്ത് നമ്മൾ നേരത്തെ കണ്ട ബോട്ട് പുറപ്പെട്ടു. അത് അന്റാർട്ടിക്കൻ ട്രിപ്പാണെന്ന് തോന്നണ്ട. ഈ 97% അന്റാർട്ടിക്കക്ക് ആൾക്കാർ പോകുന്നത് ഈ അർജന്റീനയിലെ ഉഷുവായി നിന്നാണ് കേട്ടോ. ഞാനിങ്ങനെ സിറ്റി കൂടി വെറുതെ തേരാപ്പാറ് ഇങ്ങനെ നടക്കുകയാണേ. നല്ല രസമുണ്ട്. ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റിയ സിറ്റിയാണ്. ഇവിടെ ഒരു വലിയ പതാക കാണാം. നമ്മൾ നേരത്തെ കണ്ട ആ സിറ്റി ടൂറിൻ്റെ ബസ് സർവീസ് നടത്തുന്നില്ലയാവോ, അതിങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന ദിവസം ഇവിടെ ഇങ്ങനെ കിടക്കണ്ടായി. ഇത് ഓടുന്നത് ഇതുവരെ കണ്ടില്ല. ഈ ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ തന്നെയാണ്. അതിൻ്റെ സമയമാകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. ഇവിടെ ഓഡിയോ ഗൈഡും ഉണ്ട്. ഫ്രഞ്ചിൽ, ഡച്ച്, ഇംഗ്ലീഷ്, പോർച്ചുഗീസ്, ഇറ്റാലിയ ഭാഷ, ചൈനീസ് ഭാഷയിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ റൂട്ടാണ് ഈ കാണിച്ചേക്കണം. നമ്മുടെ ഉഷുവായ സിറ്റിയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കുറേ സ്ഥലത്ത് കൂടിയൊക്കെ പോകുന്നുണ്ട്. ഒരു 21 പ്ലേസ് എഴുതിയിട്ടുണ്ട്. ടൈമിങ് രാവിലെ 10:30, 12:30, ഉച്ച കഴിഞ്ഞിട്ട് 3:30, വൈകുന്നേരം 5:30. ഇതിൻ്റെ പുറകില് ആൾക്കാർ കൊണ്ടുവന്ന് സ്റ്റിക്കർ ഒട്ടിച്ചാൽ നോക്കി എന്തോരാണത്. നമ്മളാ ബസ് കണ്ടില്ലേ, അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ടാക്സി കിട്ടുന്ന സ്ഥലമുണ്ട്. ഞാനപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോന്നിൻ്റെ റേറ്റൊക്കെ ചോദിക്കുമായിരുന്നു. നമ്മൾ ഓൾറെഡി പല സ്ഥലത്തും പോയതാണല്ലോ. അത് ഇത്രയും സ്ഥലങ്ങളുണ്ട് കേട്ടോ, കുറേ സ്ഥലമുണ്ട്. നമ്മൾ ഈ ട്രെയിനിൻ്റെ അവിടെയൊക്കെ പോയതാ. അപ്പം ഞാനിനി പോകാനുള്ളത് ഈ പോസ്റ്റ് ഓഫീസാണ്. ഇത് കണ്ട, ഈ പോസ്റ്റ് ഓഫീസാണ് ഏറ്റവും താഴത്തുള്ള, അതായത് തെക്കേ അറ്റത്തുള്ള പോസ്റ്റ് ഓഫീസ് എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒന്ന് പോകാനായിട്ട് റേറ്റ് വെച്ചപ്പോൾ
വൺ സൈഡ് 25,000 പെസോ. അപ്പോൾ 2 സൈഡും കൂടി ഏകദേശം 50,000 പെസോ വരും. അപ്പോൾ 5,000 രൂപ. ഒരു സൈഡിലോട്ട് 2,500 രൂപയാണ് പറയുന്നത്. അത് ആകെ കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷേ എന്നാലും നല്ല റേറ്റാണ്. നമുക്ക് അന്വേഷിച്ച് നോക്കാം വേറെ വല്ല ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കട്ടെ, വില കുറഞ്ഞത് വല്ലോ. ഞാൻ ആദ്യം വിചാരിച്ച താറാണ് ഇത്, പക്ഷേ വാംഗ്ലറാണ് ജീപ്പിൻ്റെ. ഇതേ എയറോലിനാസ് അർജൻറ്റീനയുടെ ഓഫീസ് ഇവിടെ ഉണ്ട്. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് കറക്റ്റ് ടൈമാണോ എന്ന് ചെക്ക് ചെയ്യണം. അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തില്ലെങ്കിൽ പണിയിട്ട് ഇവർ മാറ്റാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ക്യാൻസലേഷൻ വരും, ചിലപ്പോൾ സമയം മാറ്റും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. സ്ഥിരമുള്ളതാണ്. ഇതുവരെ വായത്തിൽ നമുക്ക് ഇതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. സാധാരണ അങ്ങനെ വരാറുണ്ടെന്നാണ് പൊതുവേ പറയുന്നത്. ഈ സ്ഥലം മനസ്സിലായ? ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അന്റാർട്ടിക്കക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങും ഇവിടെ നിന്നാണ് പോയത്. നമ്മുടെ ബാഗൊക്കെ കൊണ്ടുപോയി കൊടുത്ത സ്ഥലം. അതുപോലെ തിരിച്ചു വന്നതും ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ആ ഉഷുവായ എന്ന് പറഞ്ഞ എഴുതി വെച്ച സ്ഥലം. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നോക്കിയെടുത്ത് എവിടെയാണ് മനസ്സിലായില്ലായിരുന്നു. ഇപ്പോൾ നേരത്തെ നമ്മൾ ബസ്സിൽ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അത് കണ്ടത്. പക്ഷേ ഇത് കണ്ടത് ആ സ്ഥലത്തിൻ്റെ തൊട്ട് ഇപ്പുറത്തായിരുന്നു. ഭയങ്കര തണുത്ത കാറ്റാ. അതാണ് ഞാൻ ഈ സാധനം പിടിച്ച് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇവിടെ പഴയ ചരിത്രങ്ങളുടെ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കൂടുതലും സൈനികരുടെ ഒക്കെ ഫോട്ടോസാണ്. ശരിക്കും ഈ ഉഷുവായ സിറ്റി നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. കുന്നെന്ന് പറയാൻ പറ്റില്ല, ആ കാണുന്ന പർവ്വതം കണ്ട, ആ പർവ്വതത്തിൻ്റെ ചെരുവിലാണ് ഈ സിറ്റി നിൽക്കുന്നത്. ഈ ഭാഗമൊക്കെ നോക്കി നല്ല രസമില്ല. ആ കെട്ടിടമൊക്കെ നല്ല കളറ്, മഞ്ഞ കളറ്. അപ്പോൾ ഇതിൻ്റെ നേരെ തൊട്ടിപ്പുറത്താണ് ആ കാണുന്ന ഭാഗത്താണ് ആ ഉഷുവായ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് ഉഷുവായയുടെ ആ ഒരു സൈന്. ഇവിടെ നിന്നിട്ടാണ് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള, അതായത് ഭൂമിയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നഗരമാണ് ഉഷുവായ. അപ്പോൾ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഈ ഉഷുവായ എന്ന് പറഞ്ഞാൽ എഴുതിക്കണതിന് തൊട്ട് പുറകിലായിട്ട് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഗൽ കനാലിൻ്റെയാണ്. ആ നേരെ അപ്പുറത്ത് കാണുന്ന മല ചില്ലിയാണ് കേട്ടോ. ഇപ്പോൾ സമയം 8 മണിയായി. ഈ കാണുന്ന ഭാഗത്ത് മൊത്തം സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടല്ലോ. ഇതെന്താണ് ടവല എന്തൊക്കെയോ ഇട്ട് വെച്ചേക്കുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. 8 മണി എന്ന് പറഞ്ഞാൽ രാത്രി 8 മണിയാണ്ട. സൂര്യൻ അസ്തമിക്കാൻ ഏകദേശം ഒരു 10 മണിയാവും. ഒരു 11 മണി വരെയൊക്കെ വെട്ടമുണ്ടാവും. റോട്ടിൽ അത്യാവശ്യം തിരക്കായി വരുന്നുണ്ട്. ഈ സിറ്റിയുടെ ഉൾഭാഗത്തൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വണ്ടികളൊക്കെ പോകുന്നുണ്ടെങ്കിലും വളരെ സൈലൻ്റ് ആയിട്ടാണ് വണ്ടികളൊക്കെ പോകുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതായത് ഒച്ചപ്പാടില്ല, ബഹളമില്ല, ഹോണടിയില്ല. നല്ല രസമുണ്ട് എന്തായാലും ഇതിൽ കൂടി നടക്കാനായിട്ട്. വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ വലിയ ഒച്ചപ്പാടൊന്നുമില്ല. നൈസായിട്ടാണ് വണ്ടികൾ പോകണം. അറിയണം കൂടി ഇല്ല പോണത്. ഒരു സംഭവം കാണിച്ചു തരാം. ഇത് നോക്കി, ഇവിടുത്തെ മേഘം എന്തെങ്കിലും ഇരിക്കണ, എല്ലാ മേഘത്തിനും എന്തൊക്കെയോ പ്രശ്നമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നേ കാറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. ഈ അന്റാർട്ടിക്കൻ സൈഡിൽ നിന്ന് ഭീകര കാറ്റാണ് അടിക്കണം. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ഷേപ്പായി പോകണം. എന്തായാലും കൊള്ളാട്ടോ. എന്തോ ഒരു ഇതുപോലെ ഉണ്ട് കേട്ടോ. ഇത് നോക്കി. അപ്പോൾ സമയം രാത്രി 10 മണി. നൈസായിട്ട് പോയി കിടന്ന് ഉറങ്ങട്ടെ. ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ലാസ്റ്റുള്ള, അതായത് ഭൂമിയിലെ തെക്കേ അറ്റത്തുള്ള നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ പോകും. പിന്നെ ബീഗൽ കനാലിൽ കൂടി ചെറിയൊരു ബോട്ട് ട്രിപ്പ്. അതിനുശേഷം നമ്മൾ നേരെ ബ്യൂണസ് എയർസ് തിരിച്ചു പോകണം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ആ മേഘം ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ആ മേഘം കണ്ടോ, ഇപ്പോഴും ഉണ്ട്. കൊള്ളാം. അപ്പോൾ ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. ബൈ. അങ്ങനെ ഭൂമിയിലെ തെക്കേ അറ്റത്തുള്ള അവസാന പോസ്റ്റ് ഓഫീസിൽ നിന്നും